ഒരു തോട്ടക്കാരൻ്റെ കീഴിലാണ് കഴുത ആദ്യമായി ജോലിക്ക് ചേർന്നത്. തോട്ടക്കാരൻ ക്രൂരനാണ് എന്നും തനിക്ക് ഭാരമുള്ള ജോലികൾ നൽകുന്നു എന്നും അതിന് തോന്നി. പ്രഭു, എനിക്കും പുതിയ ഒരു യജമാനനെ നൽകാൻ കനിവുണ്ടാകണമേ, കഴുത ജൂപ്പിറ്റർ ദേവനോട് അപേക്ഷിച്ചു. ദേവൻ അപ്പോൾ കുപിതനാവുകയാണ് ചെയ്തത്. അദ്ദേഹം അതിനെ ഒരു കുശവൻ്റെ അടിമയാക്കി. തോട്ടക്കാരൻ നൽകിയതിനേക്കാൾ ഭാരിച്ച ജോലികളാണ് അയാൾ ആ കഴുതയെക്കൊണ്ട് ചെയ്യിച്ചു വന്നത്. വീണ്ടും കഴുത ജൂപ്പിറ്റർ ദേവനോട് പരാതി ബോധിപ്പിച്ചു. ദേവൻ അനുഗ്രഹിക്കാതിരുന്നില്ല. കഴുതയ്ക്ക് പുതിയ ഒരു യജമാനനെ കിട്ടി, ഒരു ചെരുപ്പ് കുത്തി. പക്ഷേ അധിക ദിവസം വേണ്ടി വന്നില്ല. മറ്റു 2 യജമാനന്മാരെക്കാൾ ക്രൂരനാണ് ചെരുപ്പുകുത്തി എന്ന് ആ കഴുത അനുഭവത്തിലൂടെ മനസ്സിലാക്കി. ഭാരിച്ച ജോലിയും ശരീരപീഡനങ്ങളും കൊണ്ട് അത് പൊറുതിമുട്ടി. എന്നോളം ഭാഗ്യഹീനനായി ആരെങ്കിലും കാണുമോ? ഒരിക്കൽ കഴുത സ്വയം ചോദിച്ചു. എനിക്ക് ആദ്യത്തെയോ രണ്ടാമത്തെയോ യജമാനൻ്റെ അടുക്കൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഈ മനുഷ്യൻ ഞാൻ ജീവിച്ചിരിക്കെ പണിയെടുപ്പിച്ച് എല്ലൊടിക്കും, മരിച്ചാൽ തോലൂരി ചെരുപ്പുണ്ടാക്കുകയും ചെയ്യും. കഴുത കരഞ്ഞു തുടങ്ങി. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐന്ദവ്യാകുലയാവതംസിതശിരോ വിസ്താരിനാദാത്മകം തദ്രൂപം ജനനി സ്മരാമി സതതം സന്മാത്രമേകം തവ യത്രോദേതി പരാഭിധാ ഭഗവതി ഭാസാം ഹിതാസാം പദം പശ്യന്തി മനുമധ്യമാ വിഹരതി സ്വൈരം ച സാ വൈഖരി. പൃഥ്വീധരാചാര്യർ രചിച്ച ഭുവനേശ്വരി മഹാസ്തോത്രത്തിലെ ഈ ശ്ലോകത്തിൽ നാദസ്വരൂപിണിയായ അമ്മയുടെ ഭാവമാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ്. നാദബ്രഹ്മത്തിൻ്റെ 4 അവസ്ഥകൾ എന്ന് പറയാം. 1. പരാ, ശബ്ദത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥ. ഇത് പ്രകാശത്തിൻ്റെ ഉറവിടമാണ്. നാഭീകമലത്തിൽ മൂലാധാരത്തിൽ നിന്ന് ഉദിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ സ്പന്ദനം. 2. പശ്യന്തി, ഹൃദയത്തിലെത്തുമ്പോൾ ശബ്ദം ചിന്തയുടെയോ ദർശനത്തിൻ്റെയോ രൂപം കൈക്കൊള്ളുന്നു. ഇവിടെ ശബ്ദം അനുഭവവേദ്യമാകും എങ്കിലും അത് വാക്കുകളായി മാറുന്നില്ല. അടുത്തതാണ് മധ്യമ. തൊണ്ടയിലെത്തുമ്പോൾ ഇത് ബുദ്ധിയുമായി ചേർന്ന് ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്ന അകത്തെ സംഭാഷണമായി മാറുന്നു. അടുത്തത് വൈഖരിയാണ്. നാവ്, ചുണ്ട്, വായ എന്നിവയുടെ സഹായത്തോടെ പുറത്തേക്ക് കേൾക്കാവുന്ന രീതിയിൽ നാം സംസാരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള ശബ്ദരൂപം. പ്രപഞ്ചത്തിലെ എല്ലാ നാദങ്ങളും വാക്കുകളും അമ്മയുടെ രൂപങ്ങളാണ്. ഉള്ളിലെ സൂക്ഷ്മമായ സ്പന്ദനം മുതൽ പുറത്ത് കേൾക്കുന്ന വൈഖരി, അതായത് വാക്ക് വരെയുള്ള നാദസ്വരൂപിണിയായ ചന്ദ്രക്കല ചൂടിയ ജഗദംബികയെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ആചാര്യർ കാണിച്ചു തരുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ആശയധാരയെ പരിചയപ്പെടാം. ചന്ദ്രകലാധാരിണിയായ എൻ്റെ അമ്മേ, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന നാദസ്വരൂപിണി, സത്യം മാത്രമായ സത്യസ്വരൂപിണി, ഏകമായ ആ സ്വരൂപത്തെ ഞാൻ എപ്പോഴും സ്മരിക്കുന്നു. യാതൊന്നിലാണോ എല്ലാ പ്രകാശങ്ങൾക്കും ആധാരമായ പരാ എന്നു പേരുള്ള ഭഗവതി ഉദയം ചെയ്യുന്നത്. അതിനുശേഷം അത് പശ്യന്തിയായും തുടർന്ന് മധ്യമയായും വിഹരിക്കുന്നത്, ഒടുവിൽ സ്വതന്ത്രമായി പുറത്തു വരുന്ന വൈഖരി രൂപമായി മാറുന്നത്. ആ ദേവിയെ ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നു.
ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം സിന്ദൂര തിലകം കൊണ്ട് അലങ്കരിക്കപ്പെട്ട അമ്മയെ വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ 632 സിന്ദൂരതിലകാഞ്ചിത എന്ന നാമമന്ത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സിന്ദൂരപ്പൊട്ടുകൊണ്ട് സുന്ദരിയായ ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. സിന്ദൂരം കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ രക്തചൂർണം കൊണ്ടുള്ള അഥവാ ഗോരോചനം കൊണ്ടുള്ള തിലകം കൊണ്ട് അഞ്ചിതം എന്ന പദത്തിന് മനോഹരം എന്നാണ് അർത്ഥം. അഞ്ചിത മനോഹര. അതുകൊണ്ട് സിന്ദൂരം കൊണ്ടും തിലകങ്ങളെ കൊണ്ടും, തിലകം എന്ന പദത്തിന് കുറുനിര എന്നും അർത്ഥമുണ്ട്. കുറുനിരകളെ കൊണ്ടും അഞ്ചിത. അങ്ങനെ നോക്കുമ്പോൾ നെറ്റിയിൽ അണിഞ്ഞിട്ടുള്ള സിന്ദൂരം കൊണ്ടും കുറുനിരകൾ കൊണ്ടും മനോഹരമായ മുഖമാണ് ദേവിക്കുള്ളത് എന്ന് അർത്ഥം വരുന്നു. സിന്ദൂരം കൊണ്ടും തിലകം കൊണ്ടും സുന്ദരിയായ അമ്മ. സിന്ദൂര തിലകേ നാഗേ സിന്ദൂര തിലകാസ്ത്രീയാം എന്നാണ് വിശ്വകോശത്തിൽ കാണുന്നത്. വിശ്വകോശത്തിലും ഹേമചന്ദ്രൻ്റെ നിഘണ്ടുവിലും സിന്ദൂരം എന്ന പദത്തിന് ആന എന്നും സ്ത്രീ എന്നും അർത്ഥം നൽകിയിട്ടുണ്ട്. ആനകൾ എന്ന് അർത്ഥമെടുക്കുമ്പോൾ കാഞ്ചിത എന്ന പദത്തിന് പരിവൃത, ചുറ്റപ്പെട്ടവൾ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ശ്രേഷ്ഠങ്ങളായ ഗജങ്ങളാൽ ചുറ്റപ്പെട്ട ദേവി എന്ന് പറഞ്ഞാൽ ആനകളാൽ ചുറ്റപ്പെട്ട ദേവി, ആനകളാൽ ആരാധിക്കപ്പെട്ട ദേവി എന്നിങ്ങനെ ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നുണ്ട്. ആനകളുടെ അതിമനോഹരമായ നടത്തം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ആനകളെപ്പോലെ നടക്കുന്ന എന്ന് പറഞ്ഞാൽ ആനകളെപ്പോലെ നടക്കുന്ന എന്ന് പറഞ്ഞാൽ ഗജഗാമിനികളായ സ്ത്രീകളാൽ ആരാധിക്കപ്പെടുന്ന ദേവി എന്നിങ്ങനെയും ഈ മന്ത്രത്തിന് അർത്ഥമുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനെ ഭർത്താവായി കിട്ടുന്നതിന് ഗോപികമാർ 1 മാസം യമുനയിൽ സ്നാനം ചെയ്തുകൊണ്ട് ശ്രീ പാർവതീദേവിയെ പൂജിച്ചതും, സ്വയംവര ദിവസം രുക്മിണീദേവി ശ്രീകൃഷ്ണനെ പതിയായി ലഭിക്കുവാൻ ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നതും വിവരിച്ചിട്ടുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയത്തിൻ്റെ 60ാമത്തെ ദശകത്തിലെ 2ാമത്തെ ശ്ലോകത്തിൽ എത്ര ഭംഗിയായിട്ടാണ് ഗോപസ്ത്രീകളുടെ ആത്മാർത്ഥമായ ആ ദേവീ പൂജയെ വിവരിച്ചിട്ടുള്ളത്. തവ നാമകഥാരതാ സമം സുദൃശ പ്രാതരുപാഗതാ നദീം ഉപഹാരശതൈരപൂജയൻ ദയിതോ നന്ദസുതോ ഭവേദിതി. തവ എന്ന് പറഞ്ഞാൽ ദേവിയുടെ, നാമകഥാരത അമ്മയുടെ നാമങ്ങളും മഹിമകളും പാടുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന, സുദൃശ സുന്ദരികളായ ഗോപികമാർ, സമം ഒരുമിച്ച്, പ്രാത പ്രഭാതത്തിൽ, ഉപാഗത നദീം നദീതീരത്ത് എത്തി, ഉപഹാരശതൈഹി 100 കണക്കിന് ഉപഹാരങ്ങളാൽ, അപൂജയൻ പൂജ ചെയ്തു, ദയിത പ്രിയതമൻ, നന്ദസുത നന്ദൻ്റെ പുത്രനായ ശ്രീകൃഷ്ണൻ, ഭവേത് ആകട്ടെ, ഇതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അമ്മയുടെ നാമങ്ങളും മഹിമകളും പാടുന്നതിൽ ലീനരായിരുന്ന സുന്ദരികളായ ഗോപികമാർ പ്രഭാതത്തിൽ ഒരുമിച്ച് നദീതീരത്തെത്തി 100 കണക്കിന് ഉപഹാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അമ്മയെ പൂജിച്ചു. നന്ദൻ്റെ പുത്രനായ ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ പ്രിയതമനാകണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. ഭട്ടതിരി 79ാമത്തെ ദശകത്തിലെ 4ാം ശ്ലോകത്തിൽ രുക്മിണീദേവി അമ്മയെ ആരാധിക്കുന്നതിനെക്കുറിച്ച് ഇപ്രകാരം മനോഹരമായി നമുക്ക് വിവരിച്ചു തരുന്നു. കുലവധൂഭിരൂപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാചത തൽപദപങ്കജേ നിപതിതാപതിതാം തവ കേവലം. കുലവധൂഭി
ഉപേത്യ സുമംഗലികളായ സ്ത്രീകൾക്കൊപ്പം ചെന്ന് കുമാരിക കന്യകയായ ആ പെൺകുട്ടി, അതായത് രുക്മിണി ദേവി, ഗിരിസുതാം പരിപൂജ്യ ച സാദരം, പാർവതീദേവിയെ ആദരവോടുകൂടി ഭക്തിയോടെ പൂജിച്ചിട്ട് മുഹു അയാചത, വീണ്ടും വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ യാചിച്ചു. തൽപദ പങ്കജേ നിപതിത, അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ വീണു കിടന്നുകൊണ്ട്, അതായത് സാഷ്ടാംഗം നമസ്കരിച്ചു കിടന്നുകൊണ്ട്, പതിതാം തവ കേവലം, ഞാൻ അമ്മയുടെ പാദങ്ങളിൽ മാത്രം വീണവളാണ്, അമ്മയെ മാത്രം ശരണം പ്രാപിച്ചവളാണ്, എനിക്ക് അനുയോജ്യനായ പതിയെ, അതായത് ഭർത്താവിനെ തന്നരുളയണമേ. ആ കന്യക, അതായത് രുക്മിണി ദേവി, കുലസ്ത്രീകളോടൊപ്പം ചെന്ന് പാർവതീദേവിയെ ഭക്തിയോടെ പൂജിച്ചു. അതിനുശേഷം അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചുകൊണ്ട്, ഞാൻ അമ്മയുടെ പാദങ്ങളെ മാത്രം ശരണം പ്രാപിച്ചവളാണ്, എനിക്ക് അനുയോജ്യനായ ഭർത്താവിനെ നൽകി അനുഗ്രഹിച്ചാലും എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ഈ കാരണങ്ങൾ കൊണ്ടാണ് ആനകളുടെ നടത്തം പോലെ നടക്കുന്ന ശ്രേഷ്ഠരായ സ്ത്രീകളാൽ പൂജിക്കപ്പെടുന്ന ദേവി എന്ന അർത്ഥം ഈ മന്ത്രത്തിന് വരുന്നത്. സിന്ദൂരപ്പൊട്ടുകൊണ്ട് മനോഹരിയായ ദേവി, സിന്ദൂരം കൊണ്ടും തിലകം കൊണ്ടും സുന്ദരിയായ അമ്മ, ആനകളാൽ ചുറ്റപ്പെട്ട ദേവി, ആനകളുടെ നടത്തം പോലെ നടക്കുന്ന ശ്രേഷ്ഠരായ സ്ത്രീകളാൽ പൂജിക്കപ്പെട്ട ദേവി, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മന്ത്രത്തിനുള്ളത്. ഓം സിന്ദൂരതിലകാഞ്ചിതായൈ നമഃ. ഓം ഓം ഹ്രീം സിന്ദൂരതിലകാഞ്ചിതായൈ നമഃ. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പാർവതീദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീചക്രത്തിൻ്റെ മുന്നിലോ സന്ധ്യാദീപത്തിനു സമീപത്തോ ഇരുന്ന് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കന്യകകൾക്ക് ഉത്തമനായ ഭർത്താവിനെ കിട്ടും. അതുപോലെ പുരുഷന്മാർ ചെയ്യുന്നു എങ്കിൽ അവർക്ക് ഉത്തമയായ ഭാര്യയെയും ലഭിക്കുന്നതാണ്. ജയം, കാര്യങ്ങളിൽ സഫലത, ആരോഗ്യം, നല്ല ബന്ധുക്കളെ കിട്ടുക എന്നിവയാണ് ഈ മന്ത്രങ്ങൾ കൊണ്ട് കിട്ടുന്ന മറ്റു ഗുണങ്ങൾ. ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടുന്നതിന് ഓം ശ്രീം സിന്ദൂരതിലകാഞ്ചിതായൈ നമഃ എന്ന മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം കൂടി ചേർത്തുകൊണ്ട് ഈ മന്ത്രം കഴിയുന്നത്ര പ്രാവശ്യം പറ്റുന്ന ദിവസങ്ങളിൽ ജപിച്ചാൽ മതി. അമ്മ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.